जी, होली में गाँव नहीं जा रहे क्या? जाना है साहब, कम से कम होली में तो बच्चों के साथ हो। साहब आप गाँव नहीं जा रहे? हम होली नहीं, ओणम मनाते हैं। नमस्ते साहब। രവി, ആ കോൾ ഫർമസിന് എന്തോ തകരാറ്. നീ ബിസിയാണോ? അല്ല, ഒരു 10 മിനിറ്റ്. ഇന്ന് എന്റെ ഹെൽപ്പർ ലീവാ. വാ. मैं अभी आऊंगा, ये जरा देख. ठीक है. ഇന്നലെ ലൈല എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ അത് കാര്യമാക്കണ്ട കേട്ടോ. ലൈലാത്ത പറഞ്ഞതിന് കാര്യമുണ്ട്. ഇത്തവണ ഹോളിക്ക് ബോണസ് കിട്ടുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ടി വി വാങ്ങിക്കണമെന്നുണ്ട്. ഒരു പൈസ എന്ന് സഹായിക്കുമോ? ടി വി കാണണമെങ്കിൽ എന്റെ വീട്ടിൽ വന്നാൽ പോരെ. ഈ തവണ നാട്ടിൽ പോകാൻ നോക്കും. അതിനാണെങ്കിൽ 10,000-2,000 രൂപ തരാം. ഞാനത് ആലോചിക്കുന്നുണ്ട്. എന്താ വല്ല കല്യാണക്കാരുമാണ് ആലോചിക്കാൻ? കുറേ പ്രശ്നങ്ങളുണ്ട് അബീദിക്ക. एयर कूलिंग में कुछ गड़बड़ी है, टेम्परेचर तेजी से बढ़ रहा है. कंट्रोल रूम को इन्फॉर्म करो. जी साहब. साहब, हाँ हमीद साहब कोल फर्नेस में आ गए हैं. अच्छा आपको मशीन ऑन करने के लिए बोला. ठीक है. क्या हो गया? वो कहाँ है? डरना नहीं, देवी को कुछ नहीं हुआ. कहाँ है वो? हे भगवान. पूरा भवन का निजाम क्या क्या ठीक है? भैया कहाँ है वो? मुझे देखना है. रोना രവി तो बिल्कुल ठीक है. कहाँ है? ഇല്ല കുട്ടി, അവനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. രവി आपको कुछ हुआ तो नहीं? मुझे कुछ नहीं हुआ. तो ये खून. അത് അമീർ का बोल. ഹമീദ് സാറിന്റെ വീട്ടിൽ അറിയിച്ചു. അവരിങ്ങോട്ട് എത്താൻ 2 ദിവസം എടുക്കും. ആ 2 ദിവസം കൊണ്ട് നമുക്ക് ബോഡി നാട്ടിലെത്തിച്ചു. അതാ നല്ലത്. ബോഡിയുടെ കൂടെ രവിയും പോവില്ലേ? नहीं, आप में से कोई जाइए. ജോയിയും പ്രസാദും പോണ്ട്. ജോയി കോട്ടയത്താ, പോളിക്ക് നാട്ടിൽ പോണെന്ന് പറഞ്ഞിരിക്കുക. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടനെ തിരിക്കാനുള്ള ഏർപ്പാടാക്കണം. അതാ നല്ലത്. എത്രയും പെട്ടെന്ന് അമേരിക്ക നാട്ടിലെത്തട്ടെ. നമുക്ക് പോവാച്ചോ. सीता, बच्चे सो गए? 11 बजे तक इंतजार करते रहे. ലൈലാത്തെ മക്കളെ ആ വണ്ടി തന്നെ കയറ്റി വിട്ടു. അത്യാവശ്യ സാധനങ്ങളും പാക്ക് ചെയ്ത് കയറ്റി വിട്ടു. लैलता अब वापस आएंगी? ഉണ്ടാവില്ല. കമ്പനിയിലെ കാര്യങ്ങൾക്ക് അവിടുന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും. കുട്ടികളുടെ ടി.സിയും ബാക്കി സാധനങ്ങളും കൊണ്ടുപോകണ്ടേ. തോർത്തെടുക്കണമെങ്കിൽ കുളിക്കണം. നീ കഴിച്ചില്ലേ? വരാതെ ഞാൻ കഴിക്കുമോ? എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോ. സീത, നീ ഒന്നും കഴിച്ചില്ലല്ലേ? എനിക്കില്ല വിശപ്പ്. നീ വല്ലാതെ പേടിച്ചു പോയല്ലേ? ഓ, ഓർക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പൊട്ടുന്ന ശബ്ദം കേട്ടു. പിന്നെ തീയും ചൂടും. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ വഴിക്കാൻ കഴിഞ്ഞു.
ഞാൻ ആലോചിക്കായിരുന്നു, ലൈലാത്തക്കും മക്കൾക്കും പോകാനിടമുണ്ട്, അന്വേഷിക്കാൻ ആളുകളുണ്ട്. നമുക്കെന്തെങ്കിലും പറ്റിയ സീത, അതിന് നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഈശ്വരൻ നമുക്കൊന്നും വരുത്തില്ല, ഒരു മൂക്ക് പോലും വേർപ്പിക്കില്ല. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഹോളി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോകുന്നു. നോക്ക്, നമ്മുടെ ആരും ഇല്ലാത്തവരൊന്നുമല്ല, എല്ലാവരും ഉണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്. അറ്റുപോയി, എന്നാലും ഒക്കെ ഒന്ന് കൂട്ടിക്കെട്ടണം, അല്ല ശരിയാവില്ല. എന്താ വിശ്വാസം വരണില്ലേ? ഹോളി കഴിഞ്ഞാലേ ലീവ് കിട്ടൂ. ഹോളി കഴിയട്ടെ.